الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم ബഹുമാന്യരായ വിശ്വാസിനികളെ പ്രിയങ്കരനായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പ്രകാരം വഴിപ്പെട്ട് ജീവിക്കാനും മുത്തഖികളായി മരണപ്പെടുന്നതിൽ ഉൾപ്പെടാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കേണ്ടതുണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഭരിച്ചു കാണിക്കുന്ന ആദ്യകാല മുസ്ലിമീങ്ങളുടെ രണ്ട് സാമൂഹ്യാവസ്ഥകൾ, നേർവിപരീതമായ രണ്ടവസ്ഥകൾ വിശുദ്ധ ഖുർആൻ കാണിക്കുന്നുണ്ട്. അധപ്പതനത്തിൻ്റെതായ അസാംസ്കാരികതയുടെയും അധാർമികതയുടെയുമായ ഒരു കാലവും, പിന്നീട് മാനവർക്ക് അത്ഭുതമാകുന്ന രൂപത്തിൽ അത്യുന്നതങ്ങളിലേക്ക് എല്ലാ നിലയിലും മാറിയ അതേ സമുദായത്തിന്റെ മറ്റൊരു കാലത്തെക്കുറിച്ചും ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ കാലത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്ന്. ഇപ്പോ നിങ്ങളാണ് മനുഷ്യവംശത്തിന് എല്ലാ കാലത്തേക്കും മാതൃകയാകുന്ന രൂപത്തിൽ ഉന്നതന്മാരും ഉത്തമന്മാരും ശ്രേഷ്ഠരും സൽസ്വഭാവികളുമായി നിലനിൽക്കുന്നത് എന്ന്. ഇവരെ കുറിച്ച് തന്നെയാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. ഒരു തരത്തിലുള്ള അറിവുമില്ലാതിരുന്ന, മതപരമായോ ഭൗതികമായോ ഉള്ള അറിവ് ഒരു തരത്തിലുമില്ലാതിരുന്ന, വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി വഇൻഹും ഇല്ലാ യളുന്നൂൻ. മതപരമായ അറിവ് ഒട്ടുമില്ലാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത, ചില കേട്ടുകേൾവികളും ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ചില ക്രമങ്ങളല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒരു നാട്, ആ നാട് ശ്രേഷ്ഠതയിലേക്കും ഔന്നത്യത്തിലേക്കും മാതൃകായോഗ്യമായ മാനദണ്ഡങ്ങളിലേക്കും മാറുവാനുള്ള കാരണം അവരുടെ തറവാട് മാറിയതുകൊണ്ടോ പാരമ്പര്യം മാറിയതുകൊണ്ടോ അവരുടെ പേരിൽ മാറ്റമുണ്ടായതുകൊണ്ടോ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉത്തമന്മാരായ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അവസാനം പറഞ്ഞത് ലാ ഫളല ലി അറബിയിൻ അലാ അജമി വലാ ലി അസ്വരിൻ അലാ അഹ്മരിൻ എന്നാണ്. ദേശം കൊണ്ടോ ഭാഷ കൊണ്ടോ വർണ്ണം കൊണ്ടോ വർഗം കൊണ്ടോ നിങ്ങൾക്ക് തമ്മിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും ഉച്ചനീചത്വങ്ങളും ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാവുകയില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ശ്രേഷ്ഠതയുണ്ടാവുക നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ ആരാണോ അത് പരിഗണിച്ചുകൊണ്ടാണ് എന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂബക്കർ ശരീഫു ഫിൽ ജാഹിലിയ്യ വ ശരീഫുൻ ഫിൽ ഇസ്ലാം എന്ന. അബൂബക്കർ ജാഹിലിയ കാലത്തും ശ്രേഷ്ഠനായിരുന്നു, ഇസ്ലാമിലും ശ്രേഷ്ഠനായിരുന്നു എന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ജാഹിലിയത്തിലെ ആ ശ്രേഷ്ഠത ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നിലനിർത്താൻ കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ബാപ്പ അബൂ ഖുഹാഫയെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ബാപ്പ ശ്രേഷ്ഠനായതുകൊണ്ടായിരുന്നില്ല മകൻ ശ്രേഷ്ഠനായത് എന്നർത്ഥം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയ്ക്ക് കാരണം പിതാവായ ഖത്താബിന്റെ ശ്രേഷ്ഠതയോ അദ്ദേഹത്തിന്റെ കുടുംബമായ അദവി ഗോത്രം, ആ ഗോത്രത്തിന്റെ ശ്രേഷ്ഠതയോ മൂലമായിരുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠതയിലേക്ക് ഉയർന്നത് അഫ്ഫാൻ കുടുംബത്തിന്റെ, ഉമയ്യ കുടുംബത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടായിരുന്നില്ല. ഇവരുടെ ആരുടെയും പേരുകളിലും മാറ്റം വന്നിട്ടില്ല. അപ്പൊ ശ്രേഷ്ഠതയുണ്ടാകുന്നത്, നമുക്ക് ഔന്നത്യമുണ്ടാകുന്നത്, നമുക്ക് ആദരണീയതയുണ്ടാകുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മറ്റു ചില മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. ആ മാനദണ്ഡങ്ങൾ ഏതെല്ലാമായിരുന്നു എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 26 വയസ്സുവരെ മക്കക്കാർക്കിടയിൽ നിലനിന്നിരുന്ന ഒട്ടുമിക്ക ദുസ്വഭാവങ്ങളുടെ എല്ലാം പേര് ചോദിച്ചാൽ അതിലൊരാളായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കാണാമായിരുന്നു. 26 വയസ്സുവരെ മദ്യപാനത്തിലും മറ്റേത് മേഖലയിലും കുഴപ്പമുണ്ടാക്കുന്നതിലും കയ്യേറ്റത്തിലും എവിടെ നോക്കിയാലും സകല മക്കക്കാരെയും പോലെ ഉമർ ബിൻ ഖത്താബിന്റെ പേരും എഴുതപ്പെടുമായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ആ ചെറുപ്പക്കാരനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ചില വിലയിരുത്തലുകൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ബൈന അന നായിമുൻ, ഞാൻ ഒരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോ റഅയ്തു നാസ യഅരിദൂൻ, മുസ്ലിമീങ്ങളിലെ പല ആളുകൾ, പല തട്ടിലുള്ള ആളുകൾ പലരും എന്റെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നുപോയി ഉറക്കത്തിൽ. വഅലൈഹിം ഖുമുസുൻ, എല്ലാവരും വസ്ത്രം ധരിച്ചിരുന്നു.
മിൻഹ മായബുലുഹു സദിയ, ചിലരുടെ വസ്ത്രം തലയിൽ നിന്ന് നെഞ്ചുവരെ താഴ്ന്നു കിടക്കുന്നതായിരുന്നു. വമിൻഹ മായബുലുഹു ദൂന ദാലിക്, മറ്റു ചിലരുടേത് അല്പം കൂടി താഴ്ന്നതായിരുന്നു. അക്കൂട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ അലൈഹി ഖമീസുൻ യജുറുഹു, നിലത്തുകൂടെ വലിഞ്ഞിഴയുന്ന അത്രയും വലിയ വസ്ത്രമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടത് എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ കാലു സഹാബത്ത് ചോദിച്ചു, മാദാ അവ്വൽത യാ റസൂലല്ലാഹ്, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം താഴ്ത്തിയിടാൻ പാടില്ല എന്ന് അങ്ങ് തന്നെ പറയുക. ഉമർ റളിയല്ലാഹു അൻഹു നിലത്തുകൂടി വലിച്ചു കിടക്കുന്ന വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് എന്നും അങ്ങ് പറയുക. അപ്പോൾ ഇനി എന്താണ് ഈ നെരിയാണിക്ക് താഴെ നിലത്തുകൂടി വലിച്ചിഴച്ചിരുന്നതും മറ്റുള്ളവരോട് ധരിച്ചിരുന്നതുമായ വസ്ത്രം എന്നതുകൊണ്ട് താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? അതിന്റെ വ്യാഖ്യാനം എന്താണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീൻ, അത് ഓരോരുത്തരുടെയും മതബോധമായിരുന്നു. നെഞ്ചുവരെ മതബോധമുള്ളവരും കുറച്ചുകൂടി താഴ്ന്ന മതബോധമുള്ളവരും അങ്ങനെ താഴ്ന്നു റളിയല്ലാഹു അൻഹു തന്നെ ആകമാനം മൂടി മറ്റുള്ളവർക്ക് പോലും എടുക്കാവുന്ന രൂപത്തിലുള്ള ഈമാനുള്ളവനായിരുന്നു എന്ന്. അതാണ് ആ ശ്രേഷ്ഠതയുടെ കാരണങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെട്ടത്. മറ്റൊരിക്കൽ ഇതേ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, മാ ലഖീക ശൈത്താൻ സാലികൻ ഫജ്ജൻ ഖത്തു, ഉമറേ, താങ്കൾ നടക്കുന്ന വഴിയിലൂടെ പിശാച് പോലും കടന്നു വരില്ല. താങ്കൾ കടന്നു പോകുന്ന വഴിയിൽ നിൽക്കാനോ അതിലൂടെ നടക്കാനോ പിശാച് ധൈര്യപ്പെടില്ല. അഥവാ താങ്കൾ നടക്കുന്ന വഴിയിൽ എങ്ങാനും പിശാച് വന്നു പെട്ടാൽ, ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക, താങ്കൾ നടക്കുന്ന വഴിയിൽ നിന്ന് എത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുമോ അവൻ വേറെ വഴി നോക്കി പോകും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഇമാം ബുഖാരിയില് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാലിക അന്ന ശൈത്താന ലാ സബീല അലൈഹി, പിശാചിന് യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയാത്ത അത്രയും ഉന്നതമായ മതബോധമുള്ളവനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. മൂന്നാമതൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് കാന ഫീമാ ഖബലകും മിനൽ ഉമമി മുഹദ്ദിഥൂൻ, മുൻ പ്രവാചകന്മാരുടെ കാലത്തൊക്കെ ചിലർക്ക് പ്രവചനശേഷിയുണ്ടായിരുന്നു. ഭാവി കാര്യങ്ങൾ പറയാനുള്ള അല്ലെങ്കിൽ പറഞ്ഞത് അതുപോലെ സംഭവിച്ചുകൊണ്ടിരുന്ന കറാമത്തുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു. എന്റെ സമുദായത്തിൽ അത്തരമൊരു കഴിവ്, അത്തരമൊരു കറാമത്തിന് ആർക്കെങ്കിലും അർഹതയുണ്ടാകുമെങ്കിൽ ഉമർ, അത് ഉമർ റളിയല്ലാഹു അൻഹുവാകും. ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് അത് എന്താന്ന് ചോദിച്ചാൽ, മുഹദ്ദിസ് എന്ന് പറഞ്ഞാല് മൻ യജ്രി അലാ ലിസാനിഹി അസ്സവാബ മിൻ ഗൈരി ഖസ്ദിന, മനഃപൂർവമാണെങ്കിലും അല്ലെങ്കിലും ഒരാളുടെ നാവിലൂടെ സത്യമല്ലാതെ മറ്റ് യാതൊന്നും വരാതിരിക്കുക, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞാൽ അത് അതേപോലെ തന്നെ പിന്നെ നടപ്പാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക, ആ ഒരു അവസ്ഥയിലുള്ള ആൾക്കാർ മുഹദ്ദിസ് എന്ന് പറയാന്ന്. അല്ലാതെ ഹദീസ് പണ്ഡിതന്മാർക്ക് പറയുന്ന പേരല്ല, അതല്ല ഉദ്ദേശം. ഈ ഒരു നിലവാരത്തിലേക്ക് എത്തി എന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയുള്ള കാരണം. നമ്മളവിടെ നിർത്താൻ കഴിയില്ല. ഇസ്ലാമിക പൂർവ്വകാലത്ത് നമ്മൾ ജാഹിലിയ്യത്ത് എന്ന് വിളിക്കുന്ന കാലത്ത് വ്യഭിചാരം വ്യാപകമായിരുന്നുവല്ലോ. അക്കാലത്ത് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പിൽക്കാലക്കാർ പറഞ്ഞ ഒരു സ്ത്രീ, ഇമ്രാത്തുൽ ഹാമിലിയ എന്നാണ് അവരെ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാമിന് ശേഷം അബദ്ധവശാൽ അവരിൽ നിന്ന് ആ പാപത്തിനൊരു ആവർത്തനമുണ്ടായി. പക്ഷെ അവരുടെ മനസ്സ് കിടുകിട പുറച്ചുപോയി.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അവർ കാര്യങ്ങൾ ഏറ്റു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശ്വസിച്ചില്ല. അവരോട് പോകാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടോ, അവർ തമാശ പറഞ്ഞതാണോ, അങ്ങനെ സ്വഭാവക്കാരിയാണോ എന്നൊക്കെ അന്വേഷിക്കാൻ ആളുണ്ട്. എല്ലാ അന്വേഷണത്തിലും അവർക്ക് അങ്ങനെ യാതൊരു സ്വഭാവവുമില്ല. അവർ സത്യസന്ധയാണ്, വിശ്വസ്തയാണ്, പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കും എന്നവർ. അതിനിടയിൽ അന്വേഷണം അവസാനിക്കുന്നതിനിടയിൽ അവർ ഗർഭിണിയായി. വീണ്ടും അവർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രസവിച്ചിട്ട് വരിക. പ്രസവം കഴിഞ്ഞു വന്നപ്പോ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 വർഷം കുഞ്ഞിനെ മുലയൂട്ടേണ്ടതുണ്ട്, അത് കഴിഞ്ഞിട്ട് വരിക. എന്തിനാണെന്നറിയോ നിങ്ങൾ? ഈ വരവിലൊക്കെ ഇവർ പറഞ്ഞത് തൊഖീർനി യാ റസൂലല്ലാഹ്, തൊഖീർനി യാ റസൂലല്ലാഹ്, തൊഖീർനി യാ റസൂലല്ലാഹ്. എന്നിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചിരിക്കുന്നു, അതിന് പ്രായശ്ചിത്തമാണ്, ശിക്ഷയാണ് എനിക്ക് വേണ്ടത്. ആ ശിക്ഷ കിട്ടുന്നതിലൂടെയാണ് എന്റെ പരലോകം രക്ഷപ്പെടുക, ഞാൻ ശുദ്ധിയാവുക, എന്നെ ശുദ്ധീകരിക്കണേ നബിയെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യഭിചാരം നിത്യത്തൊഴിലായിരുന്ന നാട്ടിൽ നിന്ന് ഒരു സഹോദരി എഴുന്നേറ്റ് നിൽക്കുന്നു എന്നത് എന്തിന്റെ മാനദണ്ഡമാണ്, എന്തിന്റെ ലക്ഷണമാണ്? നമ്മൾ ഇന്ന് അതേ ജാഹിലിയത്തിലേക്ക് തന്നെ കടന്നുപോയിട്ടില്ലേ എന്നത് നമ്മൾ ആലോചിക്കുക. സംഗതി നമ്മൾ ആധുനികരാണ്, ഉത്തരാധുനികരാണ്, നമ്മൾ പോസ്റ്റ് മോഡേണിസ്റ്റുകളാണ് എന്നൊക്കെ പറയും. നമുക്കില്ലാത്ത വിദ്യാഭ്യാസവും വിവരവും ഒന്നുമില്ല എന്നും നമ്മൾ പറയും. പക്ഷെ നമ്മുടെ സ്വഭാവത്തെ നമ്മളൊരു താരതമ്യ പഠനത്തിന് വിധേയമാക്കിയാൽ കാണാവുന്നത് യാതൊരു അറിവും വിവരവും സംസ്കാരവും ഇല്ലായിരുന്നു എന്ന് നമ്മൾ തന്നെ പറയുന്ന ആൾക്കൂട്ടത്തിന്റെ കാലത്ത് അവർ നടത്തിയിരുന്ന ചെയ്തികൾ അവരെക്കാൾ നിർലജ്ജം, ഒരു പതിവ് പോലെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടെന്നോണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് ശ്രേഷ്ഠർ, ഞങ്ങളാണ് ഉത്തമർ, ഞങ്ങളാണ് മെച്ചപ്പെട്ടവർ, ഞങ്ങൾ ഖൈറു ഉമ്മത്താണ് എന്നതാണ്. അല്ലേ? മുഅ്മിനീങ്ങൾ ചിലരൊക്കെ തിരിച്ചറിയാറുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളുടെ കുടുംബമോ നമ്മളുടെ മാതാപിതാക്കളോ നമ്മളുടെ സമ്പത്തോ നമ്മുടെ പദവിയോ നമ്മുടെ പ്രാധാന്യമോ നമ്മുടെ ഉദ്യോഗമോ നമ്മുടെ അധികാര സ്രോതസ്സോ ഒന്നുമല്ല നമ്മളിലെ ഔന്നത്യവും നമ്മളിലെ ശ്രേഷ്ഠതയും കണക്കാക്കാൻ ഇസ്ലാം ഉപയോഗപ്പെടുത്തുന്ന മാനദണ്ഡം. ഇസ്ലാം ഉപയോഗപ്പെടുത്തുന്ന മാനദണ്ഡങ്ങൾ മറ്റു ചിലതാണ്. നോക്കൂ, നിങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനം നമുക്ക് വായിക്കാൻ കഴിയും. മക്കയിൽ സെയ്ദ് ബിൻ മുഹൽഹിൽ എന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. സെയ്ദ് ബിൻ മുഹൽഹിൽ തമ്മാടിത്തരത്തിന്റെ പേക്കൂത്തായിരുന്നു അയാൾ എന്നതുകൊണ്ട് അയാൾക്ക് ജനങ്ങൾ, ഒപ്പം അയാൾ ഒരു അശ്വാഭ്യാസിയുമായിരുന്നു എന്നതുകൊണ്ട് ജനങ്ങൾ അയാൾക്ക് ഒരു പേരിട്ടു, സെയ്ദുൽ ഖൈൽ, കുതിര സെയ്ദ് എന്ന് പേരിട്ടു. ഇയാൾ ചെയ്യാത്ത ഒരു വൃത്തികേടുകളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ ഇസ്ലാം സ്വീകരിച്ച് അയാൾ എല്ലാ തരത്തിലുള്ള വൃത്തികേടും ഒഴിവാക്കി നന്മകൾക്ക് വേണ്ടി ജീവിക്കുകയും നന്മ ചെയ്യുന്നതിൽ മറ്റുള്ളവരെക്കാൾ മത്സരിച്ച് മുൻപന്തിയിൽ നിൽക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്തു. ഈ മനുഷ്യനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലരിൽ നിന്നും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. ചെയ്ത് അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളാണ്, ഇതൊക്കെ അതിശയോക്തിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ തോന്നിപ്പോയി. അങ്ങനെ ഇരിക്കെ സെയ്ദും സെയ്ദിന്റെ കുടുംബമായ തൊയ്യ് ഗോത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. 2-3 ദിവസത്തെ സെയ്ദിന്റെ പ്രവർത്തനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി, സെയ്ദ് ഞാൻ കേട്ടതിലും അപ്പുറമാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, സെയ്ദ് ഞാൻ കേട്ടതിനും അപ്പുറമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിനോട് പറഞ്ഞു, ഞാൻ ചിലരെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്, പലതും കേൾക്കാറുണ്ട്, പക്ഷെ കാണുമ്പോ, നേരിട്ട് അനുഭവപ്പെടുമ്പോ ആ പറഞ്ഞത് പലതും കളവായിരുന്നു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. സെയ്ദിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ഇയാളെ കുറിച്ച് മുഴുവനും എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഫഅൻത ലൈസ ബിസെയ്ദിൽ ഖൈൽ, അതുകൊണ്ട് ഇന്നു മുതൽ താങ്കൾ കുതിര സെയ്ദല്ല, സെയ്ദുൽ ഖൈറാണ് എന്ന് ഒരൊറ്റ അക്ഷരം മാറിയിരുന്നു. ഒറ്റ അക്ഷരം. സെയ്ദുൽ ഖൈൽ എന്നതിലെ ലാമ് മാറി സെയ്ദുൽ ഖൈർ എന്നായി. നന്മ വിളയുന്ന കേന്ദ്രം, നന്മയുള്ളവൻ എന്ന തലത്തിലേക്ക് സെയ്ദിന് മാറാൻ കഴിഞ്ഞ മതമാകുന്നു, സെയ്ദിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ വേദഗ്രന്ഥമാകുന്നു,
സെയ്ദിന്റെ മാതൃകയായ മഹാമനീഷിയായിരുന്നു ആരെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതേ മതവും ഇതേ വേദഗ്രന്ഥവും ഇതേ മഹാഗുരുവുമാണ് നമ്മളുടെ നേതൃത്വത്തിലുള്ളത് എന്നത് നമ്മൾ ഇന്ന് ആരോടെങ്കിലും ചോദിച്ച് പറയേണ്ടതോ അല്ലെങ്കിൽ നമ്മളുടെ മുതുകത്ത് പോസ്റ്റർ എഴുതി ഒട്ടിച്ചു വെക്കേണ്ടതോ ആയ ഗതികേടിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സമൂഹം ശ്രേഷ്ഠതയിലേക്ക് ഉയർന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു മേഖല നമുക്ക് കാണാൻ കഴിയും. പലിശ. മക്കക്കാരുടെ വരുമാനത്തിന്റെ 3/4 പങ്കും പലിശാധിഷ്ഠിതമായ വ്യവസ്ഥിതിയിലായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞത് യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്. പലിശക്ക് യാതൊരു ബർക്കത്തും ഉണ്ടാവുകയില്ല. പലിശ നിങ്ങളുടെ മുഴുവൻ സമ്പത്തിന്റെയും ബർക്കത്ത് മായ്ച്ചു കളയും. പകരം സ്വതക്കകളിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും ഉള്ള സമ്പത്തിൽ ബർക്കത്ത് നിലനിർത്താനും നിങ്ങളുടെ സമൂഹത്തിൽ സൊസൈറ്റിയിൽ അടുപ്പവും പിന്നെ ഐക്യവും ഒരുമയും നിലനിർത്താനും കഴിയുക എന്ന്. നോക്ക് നിങ്ങള്, ആ റിബ പലിശ വിട്ടിട്ട് അവർ പിന്നീട് സ്വതക്ക കൊടുക്കാൻ തുടങ്ങിയത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അവസാനമായി പറയാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നു. പിന്നെ ഈ വർഷങ്ങൾ കടന്നു പോകുന്നു. യർമൂക്ക് യുദ്ധം ഉണ്ടാകുന്നു. യർമൂക്ക് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുന്നുവെങ്കിലും മുസ്ലിം പക്ഷത്തെ മഹാരഥന്മാരായ ഒരുപാട് ആളുകൾ ഷഹാദത്ത് വരിക്കുകയും മാരകമായി മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. യുദ്ധം അവസാനിച്ചതിന് ശേഷം മുസ്ലിമീങ്ങൾ ആരൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകൾക്കിടയിലേക്ക് ഒരാള് അയ്യാസ് ഇബ്നു അബീ റബീഅ റളിയല്ലാഹു അൻഹു കൈകൾ ഉയർത്തിയിട്ട് വെള്ളം ആവശ്യപ്പെട്ടു. ഇത് നമുക്കറിയാവുന്ന സംഗതിയാണ്. വെള്ളം ആവശ്യപ്പെട്ടു. മരണദാഹത്താൽ ഒരിറക്ക് വെള്ളമാണ് അദ്ദേഹത്തിന് ആവശ്യം. ആ വെള്ളവുമായി അയാളുടെ അരികിൽ ചെല്ലുമ്പോൾ തൊട്ടപ്പുറത്തു നിന്ന് മറ്റൊരാൾ വെള്ളത്തിന് ആവശ്യപ്പെടുന്നു. നോക്കുമ്പോൾ അത് സാക്ഷാൽ അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു ആണ്. അയ്യാസ് ഇബ്നു അബീ റബീഅ കൈകൊണ്ട് വായു പൊത്തിയിട്ട് കാണിച്ചു കൊടുത്തു വെള്ളം അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ. ഇക്രിമത്തുബ്നു അബീ ജഹൽ ഇക്രിമയുടെ അരികിൽ ചെല്ലുമ്പോൾ അതിനപ്പുറത്ത് നിന്ന് ഹാരിസ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു വെള്ളത്തിന് ആവശ്യപ്പെടുന്നു. ഇക്രിമയും കൈ വായിൽ വെച്ച് വെള്ളം അവിടെയല്ല അവിടെ. ഈ വെള്ളം കൊണ്ട് നടക്കുന്ന സഹോദരൻ ഹാരിസ് ഇബ്നു അബീ ഹിശാമിന്റെ അരികിൽ ചെല്ലുമ്പോൾ അയാൾ മരണപ്പെട്ടു പോകുന്നു. തിരിച്ച് ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഓടിയെത്തുന്നതിന് മുമ്പ് ഇക്രിമയും മരണപ്പെട്ടു പോകുന്നു. അന്താളിപ്പോടുകൂടി അയ്യാസിനരികിലേക്ക് വരുമ്പോൾ അയ്യാസും മരണപ്പെടുന്നു. മുഅ്മിനീങ്ങളെ, എന്താണ് നമ്മൾ ഈ കാണുന്നത്? ഇത് ഏതോ ഉട്ടോപ്യയാണ്, അതിശയോക്തിയാണ്. ഇതൊന്നും നമ്മുടെ ഭാവനയിൽ ഒതുങ്ങുന്നതല്ല. അതായത് സ്വന്തം അത്യാവശ്യങ്ങളെ മരണസമയത്ത് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരിറ്റ് ജലത്തെ പോലും തന്നെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്കാണ് പരിഗണന എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരു സമൂഹം ഉത്തമരാകുന്നത്, ഒരു സമൂഹം ഉന്നതരാകുന്നത്, ഒരു ജനവിഭാഗം ശ്രേഷ്ഠമാകുന്നത്. മൂല്യവത്തായ ജീവിതത്തിലൂടെയാണ്, പാരമ്പര്യത്തിലൂടെയല്ല, സാമ്പത്തിക മാനദണ്ഡത്തിലൂടെയല്ല, നമ്മൾ നേടിയ വൈജ്ഞാനികമായ പുരോഗതിയിലൂടെയല്ല എന്നത് ഈ സമുദായം തിരിച്ചറിയേണ്ട കാലം കടന്നുപോയിരിക്കുന്നു എന്നർത്ഥം. ഗോത്രങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ഗോത്രങ്ങൾക്ക് വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യുകയും എന്ത് അക്രമങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്ന ആളുകൾ അവസാനം പറഞ്ഞുപോയി, ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഗോത്രം എന്ന ഒരു സമ്പ്രദായം ഇല്ല, ഗോത്രമില്ല, ഔസില്ല, ഖസറജില്ല, ഖുറൈശില്ല, ഹാഷിമിയില്ല, അബ്ദുമനാഫിയില്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ഇന്നാ ഉമ്മത്തം വാഹിദ, ഞങ്ങൾ ഒരു കുടുംബമാകുന്നു, ഞങ്ങൾ ഒരു സമൂഹമാകുന്നു. ഈ കുടുംബത്തെ ഒറ്റ ഇലാഹാകുന്നു ഞങ്ങൾക്കുള്ളത്. ഈ കുടുംബത്തിന് ഒറ്റ കിബിലയാകുന്നു. ഈ കുടുംബത്തിന് ഒറ്റ നേതാവാകുന്നു. ഈ കുടുംബത്തിന് ഒറ്റ വേദഗ്രന്ഥമാകുന്നു. ഈ കുടുംബം തിരിഞ്ഞു നിൽക്കേണ്ടത് ലോകത്തിൽ എവിടെ നിന്നാണെങ്കിലും ഒരിടത്തെക്കാളും. ഈ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾ എവിടെയാ മരണപ്പെട്ടാലും അയാൾ മുഖം തിരിക്കേണ്ടതും ഒരിടത്തേക്കാകുന്നു. ഇന്ന ഉമ്മത്തം വാഹിദ, ഞങ്ങൾക്കിടയിൽ പ്രതിസന്ധികളില്ല. തറൽ മുഅ്മിനീന ഫീ തവാദുഹിം വതവാതുഫിഹിം വതറാഹുമിഹിം കമസദിൽ ജസദിൽ വാഹിദ് ഇദ ഇസ്തഖാ മിൻഹു ഉളുവുൻ തദാഅ ലഹു സായിറുൽ അഅ്ളാഇ ബിസ്സഹരി വൽ ഉമ്മ. ഈ സമുദായം ഒരൊറ്റ ശരീരം കണക്കെ ഒന്നാകുന്നു.
ഒരു വ്യത്യാസവും അതിലില്ല എന്ന് പറയുന്നിടത്തേക്ക് ആ ജനവിഭാഗത്തിന്റെ മനസ്സ് മാറിയപ്പോഴാണ്, അവരുടെ ജീവിതം മാറിയപ്പോഴാണ്, പെരുമാറ്റം മാറിയപ്പോഴാണ്, സ്വഭാവം മാറിയപ്പോഴാണ്, ഇടപാടുകൾ മാറിയപ്പോഴാണ് അവർ ശ്രേഷ്ഠരായത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയും, ലാ യുസ്ലിഹു ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ ഒരു തലമുറയും നന്നാവുകയില്ല, ഒരു തലമുറയും നന്നാവുകയില്ല, ഇല്ലാ ബിമാ സലഹ അവ്വലുഹു, ഈ സമുദായത്തിന്റെ ആദ്യ തലമുറ മാറിയത് എങ്ങനെയാണോ അങ്ങനെയല്ലാതെ മറ്റ് യാതൊരു കൃത്രിമ മാർഗങ്ങളുമില്ല. കുടുംബം എന്ന ഒരു പരിപ്രേക്ഷ്യം പോലും ഇല്ലാതെ എന്ത് വൃത്തികേടുകളും ചെയ്യാത്ത ഒരു മടിയുമില്ലാതിരുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ യസ്തിമന്ന അഹദുക്കും വാലിദഹു, നിങ്ങൾ ആരും മാതാപിതാക്കളെ കുറ്റം പറയരുത്, ചീത്ത പറയരുത്, വിഷമിപ്പിക്കരുത്. മുഅ്മിനീങ്ങള് പലർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ, മക്കളിൽ നിന്ന് കേട്ടും കേൾക്കാതെയും മറ്റുള്ളവരാൽ പറയപ്പെടും നമ്മളെ കുറിച്ചിട്ട്. നമ്മൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഉപ്പയാണ്, നമ്മൾ അവർക്ക് ഉപ്പയാണ്, ഉപ്പാന്ന് വിളിക്കും. നമ്മളില്ലെങ്കിൽ അവർ നമ്മളെ കുറിച്ച് പറയുന്ന രണ്ടക്ഷരങ്ങൾക്ക് അറിയാലോ അല്ലേ. അത്രക്കാണ് പോക്കല്ലാത്ത ആൾക്കാർ മൂപ്പര് എന്നാ പറയുന്നത്. എവിടെയാണ് മക്കള്? നമ്മളോടാണോ അതോ ജാഹിലികളോടാണോ? നോക്കുക നിങ്ങൾ, എല്ലാ വൃത്തികേടുകളും ഉണ്ടായിരുന്ന ആളുകളോട് പിന്നീട് പറയാം, മാതാപിതാക്കളെ മോശമായി പറയരുത്. അപ്പൊ അവർ അത്ഭുതത്തോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, വഹൽ യസ്തിമു റജുലു വാലിദൈ, ബുദ്ധിയുള്ള ഈമാനുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയാൻ കഴിയുമോ, കുറ്റപ്പെടുത്താൻ കഴിയുമോ, അവരെ വിഷമിപ്പിക്കാൻ കഴിയുമോ, അവരോട് കോപിക്കാൻ കഴിയുമോ? എന്താങ്ങൾ ഈ പറയണേ എന്ന് പറയുന്നിടത്തേക്ക് അവരുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാക്കിയത് ഇസ്ലാമാകുന്നു. അങ്ങനെയാണ് അവർ ശ്രേഷ്ഠ സമൂഹമായി മാറിയത്. ഇതിലൊക്കെ അവർ പരിവർത്തിപ്പിച്ച് നോക്കാണ്. എല്ലാ വസ്തുക്കളെയും വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന രൂപമൊത്ത ഒരു കല്ലോ രൂപമൊത്ത ഒരു മരക്കഷ്ണമോ കണ്ടാൽ ഒന്നുകിൽ അത് ചുമലിലേറ്റി കഅബയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കും. അവിടെ ഒരു ഇടവും ഇല്ല എങ്കിൽ അതിന്റെ ചുറ്റുപാടുകളിൽ എവിടെയെങ്കിലും ഒരു കല്ലിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കും. അവിടെയും ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് അവയെല്ലാം ആരാധിച്ചിരുന്ന ഒരു ജനവിഭാഗം അവയെല്ലാം വിട്ട് പ്രപഞ്ച സംവിധായകനായ റബ്ബിലേക്ക് മാത്രമായി അവരുടെ ആരാധനകൾ പരിമിതപ്പെട്ടപ്പോ, പ്രാർത്ഥനകൾ അവരോട് മാത്രമാക്കി മാറ്റിയപ്പോ, സുജൂദ് അവർ മാത്രമായി മാറിയപ്പോ, തൗഹീദ് ഉൾക്കൊണ്ട് ശിർക്കിൽ നിന്ന് സമ്പൂർണമായി മാറാൻ അവർക്ക് സാധിച്ചപ്പോഴാണ് അവരുടെ മുമ്പിൽ ഒരു ലോകം വെളിപ്പെട്ടത്. അതേതാണ് ലോകം? കാൽ കീഴിലുള്ള പരലോകം. കാൽ കീഴിലുള്ള പരലോകം അവർക്ക് വെളിപ്പെടുകയും അതിന്റെ സത്യമായ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തുറന്നു വെക്കുകയും ചെയ്തപ്പോ അവർ മാറുകയായിരുന്നു. ആ മാറ്റമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞത്, എന്റെ ഭാവനകളിലുള്ള രാജ്യം, എന്റെ രാജ്യത്തുണ്ടാവണമെന്ന് ഞാൻ കാണുന്ന സ്വപ്നം ഖലീഫ ഉമറിന്റെ ഭരണകാലമാകുന്നു. എന്റെ രാജ്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആ രണ്ടക്ഷരം വിട്ടാൽ നിങ്ങൾക്ക് അറിയാലോ, എന്റെ രാജ്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാകുന്നു എന്ന് പറയാനുള്ള കാരണം ആ ഭരണാധികാരിക്ക് അറിയാമായിരുന്നു, യൂഫ്രട്ടീസിന്റെ കരയിലെങ്ങാനും ഒരാട്ടിൻ കുഞ്ഞ് അനാവശ്യമായി കരഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഭരിക്കുന്നത് ഞാനാണ്, ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്നതുകൊണ്ട് ഞാൻ ആ കരച്ചിലിന് സമാധാനം പറയേണ്ടി വരും എന്ന ചിന്ത ഒരു മനുഷ്യനിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിഞ്ഞ ആ മഹത്തായ ദീൻ അതുപോലെ നിലനിർത്താൻ കഴിയുന്ന കാലത്തെല്ലാം ഈ സമുദായം ഉന്നതരായിരിക്കും, ഈ സമുദായം ഉത്തമരായിരിക്കും, ഈ സമുദായം ശ്രേഷ്ഠരായിരിക്കും. ആ ഒരു തലത്തിലേക്ക് മുൻഗാമികളെ പഠിച്ച് മുൻഗാമികളെ പിന്തുടരാൻ എന്നാ പറഞ്ഞ്, സ്വർഗം വേണോ അതിനുള്ള വഴി സ്വഹാബികളെ പിന്തുടരുക എന്നത് മാത്രമാണ്. വല്ലദീനത്തബഊഹും ബിഇഹ്സാൻ, സ്വഹാബികളെ അവരുടെ നന്മകളിൽ പിന്തുടർന്നാൽ റളിയല്ലാഹു അൻഹും വറദു അൻ, സ്വഹാബികളെ തൃപ്തിപ്പെട്ടതുപോലെ അല്ലാഹു ആ പിന്തുടർച്ചക്കാരെയും തൃപ്തിപ്പെടും. വഅഅദ്ദലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, സ്വർഗം അവർക്ക് ശാശ്വതമായ വാസകേന്ദ്രമായി അല്ലാഹു അനുഗ്രഹിച്ചു നൽകുകയും ചെയ്യും. അത്തരം സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള മൂല്യവത്തായ ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
യാ റബ്ബല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വഹും ഖുദ്വത്തുൽ ആലമീൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസന ഉലൈക റഫീഖ അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ വകൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ പരമാവധി അനുധാവനം ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി ജീവിക്കാനും മരിക്കാനും ഇടയാകുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമളാൻ പടിവാതിലിൽ എത്തി നിൽക്കുന്നു. 8-9 ദിവസങ്ങൾക്കപ്പുറം ഇൻഷാ അല്ലാഹ് 12-ാം തീയതിയോ 13-ാം തീയതി 11-ഓ 12-ഓ തീയതികളിൽ ഇൻഷാ അല്ലാഹ് റമളാൻ നമ്മളിലേക്ക് എത്തും. നമുക്ക് പല ചിന്തകളുമുണ്ട്. റമളാൻ ആയാൽ അങ്ങനെ ചെയ്യണം, റമളാൻ ആയാൽ ഇങ്ങനെ ചെയ്യണം, റമളാൻ ആയാൽ ഇന്നതൊക്കെ തുടങ്ങണം, ഇന്നതൊക്കെ നിർത്തിവെക്കണം, കൊടുക്കാനുള്ളതൊക്കെ റമളാനം കൊടുത്തു തീർക്കണം, സദഖ കൊടുക്കാനുണ്ട്, കടം വീട്ടാനുണ്ട്, ഇത്യാദി കാര്യങ്ങളൊക്കെയും റമളാനിൽ ചെയ്തു തീർക്കണം എന്ന് നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. ഇത്തരം ഒരു വിഷയം ഇങ്ങനെ അവതരിപ്പിക്കാനുള്ള കാരണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മളുടെയൊക്കെ ആഗ്രഹം പോലെ ഇൻഷാ അല്ലാഹ് 10 ദിവസങ്ങൾക്കപ്പുറം റമളാൻ വരും, അത് ഉറപ്പാ. പക്ഷെ റമളാനിൽ നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ, തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാൻ നമ്മളിവിടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പില്ല. നമ്മളിൽ ആർക്കൊക്കെ ഇപ്രാവശ്യത്തെ റമളാനിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്നത് അല്ലാഹു ആലം. എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ. റമളാനിന്റെ പുണ്യം മുഴുവനും കരസ്ഥമാക്കി ദീർഘകാലം ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, റമളാനിലല്ല മടക്കം ഉണ്ടാവേണ്ടത്. റമളാനിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടത് ശുദ്ധ മനസ്സോടെയാണ്, ശുദ്ധമായ ശരീരത്തോടെയാണ്, ശുദ്ധമായ സമ്പാദ്യത്തോടെയാണ്, ശുദ്ധമായ സ്വഭാവങ്ങളോടെയാണ്. പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്ത്, മാപ്പ് പറയാനുള്ളവരോടൊക്കെ മാപ്പ് പറഞ്ഞ്, പൊരുത്തപ്പെടിക്കാനുള്ളതൊക്കെ പൊരുത്തപ്പെടിച്ച്, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഇതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് എല്ലാം റെഡിയാക്കി മറ്റു ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഒന്നും ഇല്ലാതെ ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ റമളാനിനെ കാണാൻ നമുക്ക് കഴിയണം. അങ്ങനെ വിശുദ്ധമായ മനസ്സും വിശുദ്ധമായ ശരീരവും കൊണ്ട് റമളാനിന്റെ ചന്ദ്രപ്പുറ നമ്മുടെ വീട്ടിലും നമ്മുടെ മനസ്സിലും ഉണ്ടാകണം. അല്ല, അപ്പോഴാണ് നമ്മൾ ആരാവുക? കഴിഞ്ഞ വർഷത്തെ റമളാനിലെ എന്തെല്ലാമോ നമ്മളിൽ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന ഒരു തോന്നൽ നമ്മളിൽ ആദ്യം ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് റമളാൻ നമ്മുടെ മുമ്പിൽ സ്വർഗമായി തുറക്കപ്പെടുക. റമളാൻ നമ്മുടെ മുമ്പിൽ നരകത്തിന്റെ രൂപത്തിൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി റമളാനിന് നിരക്കാത്തതെല്ലാം പൊട്ടിയടക്കപ്പെടുക. അതുവഴിയാണ് പിശാച് നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുക. ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ റമളാൻ മാസം വരുന്നുണ്ടെന്ന് വെച്ചിട്ട് നമ്മള് കൈക്കൽ തുണിയും ചട്ടിയും പാത്രവും കൊരണ്ടിപ്പലകയും അടക്കെടുത്ത് കഴുകി വെച്ചു, എല്ലാം വൃത്തിയാക്കി വെച്ചു. അതൊരു മഹത്തായ, അത്രമാത്രം ആദരണീയനായ ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കും ഒരു മാസക്കാലം എന്ന് നമ്മൾ നമുക്ക് ആ മനസ്സിലുള്ളത് കൊണ്ടാണ്. ആ അതിഥിക്ക് ഒരു തരത്തിലുള്ള വിഷമങ്ങളോ അലോസരതകളോ അസ്വസ്ഥതകളോ സങ്കടമോ നമ്മളുടെ വീട്ടിൽ താമസിക്കുന്ന കാലത്തോളം ഉണ്ടാവരുത് എന്ന നമ്മുടെ ആത്മാർത്ഥമായ ആ നിയ്യത്ത് കൊണ്ടാണ്, ആഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. വീടുകൾ അലങ്കരിക്കുന്നു, പള്ളികൾ അലങ്കരിക്കുന്നു, എല്ലാം വൃത്തിയാക്കി വെക്കുന്നു. എല്ലാം ഈ സമുദായത്തിന്റെ ഒരു ഈമാനിന്റെ പ്രകടനങ്ങൾ തന്നെയാണ്. അതിനെല്ലാം അല്ലാഹു പ്രതിഫലം നൽകുകയും ചെയ്യുമാറാവട്ടെ. പക്ഷേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. വതസവ്വദു, ഒരു ദീർഘയാത്രക്ക് ഒരുങ്ങുകയാണ് നിങ്ങൾ, അതിനാവശ്യമായി എല്ലാ മുന്നൊരുക്കങ്ങളും നിങ്ങൾ നടത്തിക്കോളൂ, എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കോളൂ. പക്ഷെ നിങ്ങൾ അറിയണം, പിന്നെ ഖൈറ സാദി അത്തഖ്വ, നിങ്ങൾ മുന്നൊരുക്കം നടത്തേണ്ടത്, നന്നാക്കേണ്ടത്, തയ്യാറാക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെയാണ്, നിങ്ങളുടെ മനസ്സിനെയാണ്, നിങ്ങളുടെ വിശ്വാസത്തെയാണ്, നിങ്ങളുടെ ഈമാനിനെയാണ്, നമ്മുടെ തഖ്വയാണ് നമ്മൾ ആദ്യം നന്നാക്കിയെടുക്കേണ്ടത്. മനസ്സ് നന്നാവാതെ നമ്മുടെ കുടുംബമോ വീടോ നന്നായിട്ട് നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല പ്രിയപ്പെട്ടവരെ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ
യജഅൽ ലക്കും ഫുർഖാന. മുഅ്മിനീങ്ങളെ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാണെങ്കിൽ, തഖ്വയുള്ളവരാണെങ്കിൽ, യജഅൽ ലക്കും ഫുർഖാന, സത്യവും അസത്യവും നിങ്ങൾക്ക് വേറിട്ട് മനസ്സിലാകും. നിങ്ങളുടെ ജീവിതത്തിന് ഒരു സത്യത്തിന്റെ ടച്ച് ഉണ്ടാകും. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു സഹായം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല നിങ്ങളിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ, അബദ്ധങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കി മായ്ച്ചു കളഞ്ഞു തരും. വയഗ്ഫിറുലക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരികയും ചെയ്യും. ഇതിനെല്ലാം എന്തു വേണം? യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ, കണ്ടീഷൻ വെച്ചത്, നിബന്ധന ഏതാണ്? നിങ്ങൾ തഖ്വയുള്ളവരാവണം. അതാണ് സ്വഹാബത്തിന്റെ രണ്ട് ഘട്ടങ്ങളിലൂടെ നമ്മൾ എങ്ങനെയാണ് ഒരാളിൽ തഖ്വയുണ്ടാവുക, നമ്മളിൽ തഖ്വയുണ്ടോ ഇല്ലയോ എന്നത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മുടെ ജീവിതത്തിന്റെ രണ്ടവസ്ഥകളുണ്ട്. ആ രണ്ടവസ്ഥകളിൽ ഏതാണ് ഉത്തമമായത് എന്ന് തിരിച്ചറിയാൻ മുൻഗാമികളെ കുറിച്ച് അന്വേഷണം നമ്മൾ നടത്തേണ്ടതുണ്ട്. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അല്ലാഹു എല്ലാ വിധത്തിലും നിങ്ങളോട് ഔദാര്യം ചെയ്യാൻ തയ്യാറുള്ളവനാകുന്നു, അതിന് സന്നദ്ധതയുള്ളവനാകുന്നു. നിങ്ങൾ മാത്രം തയ്യാറായ മതി, ഒരുങ്ങിയാ മദീന. അപ്പൊ ആ വീടും കുടുംബവും ഒക്കെ ഒരുക്കുന്ന കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഒരുങ്ങാനുണ്ട്. വരാനിരിക്കുന്നു ആ റമദാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ ആവണം, വന്നിട്ടാവണം എന്നതല്ല, വരുമ്പോഴേക്ക് ആവണം. റമദാനിന്റെ മനസ്സ് നമ്മുടെ മനസ്സിൽ അതിനു മുമ്പേ സ്ഥാനം പിടിച്ചിരിക്കണം. റമദാനിന്റെ മാനസികാവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതൊരു സാഹചര്യത്തിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള വീഴ്ചകളിൽ നിന്നും, അബദ്ധങ്ങളിൽ നിന്നും, തെറ്റുകുറ്റങ്ങളിൽ നിന്നും, വിശ്വാസ സംബന്ധിയും ആരാധനാ സംബന്ധിയും സ്വഭാവ സംബന്ധിയുമായ സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ജാഹിലിയത്തും ഇസ്ലാമും വേറിട്ട് തന്നെ മനസ്സിലാക്കാനും ഇസ്ലാമിന്റെ മൂല്യവത്തായ നിലപാടുകളോടൊപ്പം ഒതുങ്ങി നിൽക്കാനും ഉറച്ചു നിൽക്കാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മേഖലയിൽ വന്ന എല്ലാ വീഴ്ചകൾക്കും പ്രായശ്ചിത്തം ചെയ്യാനുള്ളതാക്കി നമ്മുടെ ദുനിയാവിലെ ഭാവി ജീവിതത്തെ അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാവട്ടെ. ഒരുപാട് കാലം യഥാർത്ഥ തൗഹീദിന്റെ, സുന്നത്തിന്റെ, ഈമാനിന്റെ, തഖ്വയുടെ വക്താക്കളും പ്രയോക്താക്കളുമായി ജീവിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട സമയത്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ദുനിയാവിനോട് വിട പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും റബ്ബെ ശിഫ നൽകണമേ റഹ്മാനെ. ദുരിതങ്ങളിൽ നിന്ന് അകന്ന് രക്ഷ നൽകണമേ റഹ്മാനെ. എല്ലാ തരത്തിലും നിന്റെ ഇഷ്ടക്കാരായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജ്ജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.